ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ और जैसे ही वो बाहर निकलते और एक 10 मिनट के बाद അവർ ചെറുതായിട്ട് ഇങ്ങനെ വെക്കാൻ തുടങ്ങും. और एकदम से वो अपने अंदर से गैस निकालना चालू करते അത് हैं കേരളത്തിൽ പറയുന്നത് പുളിച്ചത് കെട്ടൽ എന്നാണ് और वो बोलते हैं कि वो अपना जो खट्टापन है वो बाहर ഈ निकाल रहे हैं പുളിച്ചത് കെട്ടൽ അടുത്ത് നിൽക്കുന്നവർക്ക് വലിയ ബുദ്ധിമുട്ടാണ്. और ये जो खट्टापन है जो बाजू में खड़ा रहता है उसके लिए बहुत അടുത്ത് तकलीफ നിൽക്കുന്ന बन जाती പലർക്കും है ഷർദിലിന്റെയും പ്രയാസത്തിന്റെയും അവരുടെ സന്തോഷത്തെ കെടുത്തി കളയുന്ന പുളിച്ചത് കെട്ടലാണ് കയ്പിന്റെ അനുഭവം. और जो पास में जो खड़े रहते हैं उनको बहुत ही अजीब सा लगता है ये और जो पास में खड़े रहते हैं उनके लिए ये कड़वा स्वभाव बन जाता നിന്റെ है കയ്പിന്റെ ഫലമായിട്ട് എത്ര പ്രാവശ്യം ഈ ഇടവകയുടെ ഉള്ളിൽ പ്രശ്നമുണ്ടായിട്ടുണ്ട്. और तेरे कड़वापन के कारण कितनी बार तुम्हारे कलीसियाओं के बीच में നിന്റെ प्रश्न आए കയ്പിന്റെ हैं ഫലമായി നിന്റെ കുടുംബത്തിന്റെ ഉള്ളിൽ എത്ര പ്രാവശ്യം പ്രയാസം और ഉണ്ടായിട്ടുണ്ട്. तुम्हारे कड़वापन स्वभाव के कारण कितनी बार तुम्हारे परिवारों के बीच में ഇന്ന് प्रश्न രാത്രി നിന്നെ आए हैं। ശുദ്ധീകരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവം പറയുന്നു ഈ അലർവൃക്ഷത്തെ അവിടുന്ന് മാറ്റണം. और आज की रात को तुमको शुद्धिकरण करने वाला परमेश्वर बोलता है कि ये मजनू के वृक्षों को तुम्हें अपने बीच में से हटाना है ഈ വൃക്ഷത്തിന് മേലാണ് ദൈവത്തെ പാടി സ്തുതിക്കേണ്ട കിന്നരം കൊണ്ടെന്ന് തൂക്കിയിട്ടിരിക്കുന്നത്. और ये वृक्ष में जाके जो परमेश्वर की स्तुति करने वाला वीणा है उसको टांग दिया है ഇവരുടെ സ്വഭാവത്തിന്റെ വിശേഷം തീർന്നില്ല. और इनका जो स्वभाव है उसके बारे में विशेषताएं खत्म नहीं हुई है 137 സങ്കീർത്തനം ഇങ്ങനെ പഠിപ്പിക്കുന്നു. और 137 भजन संहिता इस प्रकार से पढ़ाता है ബദ്ധരാക്കി കൊണ്ടുപോയവർ സിയോൻ ഗീതങ്ങളിൽ ഒന്ന് പാടുവീനെന്ന് ഞങ്ങളോട് പറഞ്ഞു. क्योंकि हम बंधुओं बनाने वालों ने वहाँ पे एक गीत गाने की कोशिश करी പക്ഷേ യഹോവയുടെ ഗീതം അന്യദേശത്ത് ഞങ്ങൾ പാടുന്നത് എങ്ങനെ? लेकिन यहोवा का गीत हम अन्य देश में कैसे गाएंगे യേശുവിനെ കുറിച്ച് പറയാൻ ഇവർക്ക് ലജ്ജയാ. और प्रभु यीशु मसीह के बारे में बोलने के लिए इनको ഇവർക്ക് लज्जा है ആരാധിക്കാൻ ബുദ്ധിമുട്ടാ. और इनको आराधना करना मुश्किल है ഇവരെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന് മഹത്വം കൊടുക്കാൻ ബുദ്ധിമുട്ടാ. और इनके बारे में अगर हम देखेंगे तो परमेश्वर को महत्व देना इनको बहुत मुश्किल ദൈവത്തിന്റെ है സഭയെ ഓർത്ത് കരയുന്ന ഒരു കൂട്ടം ആൾക്കാർ और परमेश्वर की कलीसिया के बारे में सोच कर रोने वाले एक തങ്ങളുടെ जन കിന്നരങ്ങളെ വൃക്ഷം പുറപ്പെടുവിക്കുന്ന അലർവൃക്ഷത്തിന്മേൽ തൂക്കിയിട്ടിട്ടുള്ള കയ്പിന്റെ അനുഭവമുള്ള ഒരുപറ്റം ആൾക്കാർ. और दूसरे जो है उन्होंने अपनी वीणा को उठा के मग्न वृक्ष में डाल दिया है और कड़वेपन के उस अनुभव में रहने वाले दूसरा एक जन ദൈവത്തെക്കുറിച്ചും ദൈവവചനത്തെക്കുറിച്ചും ലജ്ജിക്കുന്ന ഒരു സമൂഹം. और परमेश्वर के बारे में और परमेश्वर के जनों के बारे में सोच के लज्जा करने वाला एक അത് समूह മാത്രമല്ല മറ്റുള്ളവരെ കുറിച്ച് വളരെ ക്രൂരതയോടുകൂടെ ചിന്തിക്കുന്ന ഒരു കൂട്ടം और ആൾക്കാർ. वही नहीं दूसरों के बारे में बहुत क्रूरता से सोचने वाले एक जन അവര് പറയുന്നുണ്ട് ബാബേൽ പുത്രിയെ നിന്റെ മക്കളെ എടുത്ത് നിലത്തടിക്കുന്നവൻ ഭാഗ്യവാൻ. और वो बोलते हैं कि बाबेल पुत्र तेरे बच्चों को जो नीचे मारता है वो भाग्यवान നിന്റെ ശത്രുവിനെ സ്നേഹിക്കാനെന്ന് പറഞ്ഞ യേശുവിന്റെ ശിഷ്യന ഈ പണി കാണിക്കുന്നത്. और जो बोलता है कि तू तेरे शत्रु से प्रेम कर वो यीशु के शिष्य है जो ये काम बोल रहे हैं ചില വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ ഒരു ആരാധനാലയത്തിൽ പ്രസംഗത്തിനായിട്ട് ഞാൻ കടന്നുപോയി. और कुछ सालों पहले केरला के एक आराधनालय में मैं प्रवचन देने गया അവിടെ രണ്ട് പാർട്ടിക്കാർ ഒരു സഭയിൽ തന്നെ രണ്ടായിട്ട് തിരിഞ്ഞ പാർട്ടിക്കാർ അവിടെ ഉണ്ടായിരുന്നു. और वहाँ पे एक ही सभा है जो 2 भागों में मिलकर बंटकर प्रार्थना करती थी അതിന്റെ അകത്തെ ആരാധനയൊക്കെ കഴിഞ്ഞു, പ്രസംഗം കഴിഞ്ഞു. और उसके अंदर की आराधना खत्म हो गई और प्रवचन खत्म हो गया അതിനുശേഷമായിട്ട് ഞങ്ങൾ കേൾക്കുന്നത് ഈ പള്ളിയിൽ മറ്റൊരു പാർട്ടിക്കാരനെ ഇതര പാർട്ടിക്കാരൻ കുത്തിയിട്ടു എന്നാണ്. और उसके बाद मैंने ये सुना कि इस चर्च में दूसरे एक पार्टी ने पहले पार्टी वाले आदमी को चाकू मार के मार दिया പ്രസംഗം കേൾക്കാനല്ല, और उनने प्रवचन सुना नहीं ऐसा नहीं നിന്റെ है ഹൃദയം ഇന്ന് കല്ലിച്ചുപോയി. तेरा जो हृदय है वो आज पत्थर बन गया ഈ है രാത്രി നിന്റെ കല്ലായിട്ടുള്ള ഹൃദയത്തെ ഉരുക്കുവാൻ കഴിവുള്ള ഒരു ദൈവത്തിന്റെ പുത്രൻ മാറത്ത് വൻകച്ച കെട്ടവനായി ഈ പന്തലിന്റെ ഉള്ളിൽ കൂടെ നടകൊള്ളുകയാണ്. और आज की रात को तेरे उस प्रश्नों को दूर करने वाला वो प्रभु यीशु मसीह जो है वो आज हमारे तंबू में हमारे बीच में है നോക്കണം പ്രിയ സഹോദരങ്ങളെ, ബാബേലിലേക്ക് പ്രവാസത്തിൽ വന്ന പൊതുവായിട്ടുള്ള ജനത്തിന്റെ സ്വഭാവമാണ് ഞാൻ പറഞ്ഞത്. और मैंने आपको प्रियजनों जो बाबेल में जो लोग गए थे बंदी बनकर उनके स्वभाव के बारे में बताया അവർ है സഭയെ ചൊല്ലി കരയുന്നവരാ. और वो जो है कलीसिया को सोचकर रोने लगे തങ്ങളുടെ കുറ്റങ്ങൾ ഓർക്കുന്നവരല്ല. वो अपने दुष्ट कामों को नहीं सोचते थे ദൈവത്തെ പാടി സ്തുതിക്കേണ്ട കിന്നരങ്ങൾ വൃക്ഷവൃക്ഷത്തിന്റെ മേൽ ഇട്ടിട്ടുള്ളവരാ. और उन्होंने परमेश्वर को जो वीणा का जो गीत गाना है उसको वृक्षों में टांग के रखा है ദൈവത്തിന്റെ വചനത്തെക്കുറിച്ചും ആരാധനയെക്കുറിച്ചും ലജ്ജയുള്ളവരാ. और परमेश्वर के वचन और आराधना के बारे में लज्जा करने वाले लोग थे ശത്രുവിനോട് ക്രൂരമായി പെരുമാറണമെന്ന് പഠിപ്പിക്കുന്നവരാ. और शत्रु से बहुत बैर रूप में हमें स्वभाव दिखाना है वैसे बोलने वाले लोग थे അങ്ങനെയുള്ള ഈ സമൂഹത്തിന്റെ മധ്യത്തിൽ ഏകനായിട്ടിരിക്കുന്ന ഈ ഒരു ചെറുപ്പക്കാരനാണ് യഗസ്കിയേൽ. और ऐसे एक समूह के बीच में एकांत में रहने वाला एक छोटा नवयुवक था एजेकियल ഈ കൂട്ടത്തിന്റെ ഉള്ളിൽ നമ്മൾ സാധാരണ പറയാറുണ്ട് ചേരെ തിന്നുന്ന നാട്ടിൽ ചെന്ന ചേരയുടെ നടുക്കണ്ട തിന്നണമെന്ന്. और
ऐसा बोलते हैं कि अगर तुम सांपों के बीच में सांपों को खाने वाले गांव में जाओगे तो सांप का सबसे अच्छा भाग खाना चाहिए, പക്ഷേ അത് ക്രിസ്തീയ ആദർശമല്ല. लेकिन वो ईसाई आदर्श नहीं है. ക്രിസ്തീയ ആദർശം എന്ന് പറയുന്നത് തനിച്ചു മാറി നിൽക്കുന്ന ഒരു ജനത്തെ കുറിച്ചാണ് और പഠിപ്പിക്കുന്നത്. ईसाई आदर्श का अर्थ यह है कि एकांत में हट कर रहने वाले एक जन समूह के बारे में बताया है. ശപിക്കാൻ വന്ന ബിലെയാം ഇപ്രകാരമാണ് ഇസ്രായേലിനെ കുറിച്ച് പറയുന്നത്. और जो श्राप देने जो बालाम आया था, इस प्रकार से उसने परमेश्वर के जनों के बारे में ഇതോ कहा. തനിച്ചു പാർക്കുന്ന ഒരു ജനം, और ये उसने बोला कि ये देखो एकांत में जो रहने वाला एक जन, അവരെ ജാതികളുടെ കൂട്ടത്തിൽ എണ്ണത്തില്ല. और वो जो है वो जाति के रूप में उनको गिना नहीं जा सकता. തനിച്ചു പാർക്കുന്ന ഒരു ജനം ദൈവത്തെ സ്തുതിക്കുന്ന ജനം, और एक एकांत में रहने वाले और परमेश्वर की स्तुति करने वाला एक जन, അവരെ ജാതികളുടെ കൂട്ടത്തിൽ എണ്ണുന്നില്ല. और उनको जातियों के साथ हम गिन नहीं सकते. അങ്ങനെയുള്ള ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടാതെ ഇരിക്കേണ്ട ഒരു കൂട്ടം ജനത്തിന്റെ മധ്യത്തിൽ और इस प्रकार से उन जातियों में ना गिने जाने वाले एकांत रूप में रहने वाले इन समूह के बारे में, ആ ഏകനായിട്ടിരിക്കുന്ന യെഹെസ്കേൽ, और वो एकांत में रहने वाला एजेकियल, യെഹെസ്കേലിന്റെ സ്ഥിതി എന്താ? एजेकियल की स्थिति क्या है? നമ്മൾ വായിക്കുന്ന യെഹെസ്കേൽ പ്രവചനം 1-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ. और हम पढ़ सकते हैं एजेकियल की किताब उसका एक पैरा अध्याय और 1 से आगे की आयतों में. 30-ാം ആണ്ട് 4-ാം മാസം 5-ാം തീയതി और 30वां साल 4था महीना और 5वीं तारीख, കേബാർ നദീതീരത്ത് വെച്ച് സ്വർഗം തുറന്ന് ഞാൻ ദിവ്യ ദർശനങ്ങളെ और इस प्रकार से बोलते हैं कि नदी तट पे खड़े होकर मैंने उस स्वर्ग को खोलता हुआ एक दर्शन देखा. യോവാക്കീം രാജാവിന്റെ വാഴ്ചയുടെ 5-ാം ആണ്ടിൽ മേൽപ്പറഞ്ഞ മാസം മേൽപ്പറഞ്ഞ തീയതി തന്നെ और ये वो राजा जब वहाँ पे वास कर रहा था, वो राजा का वो समय, उस समय की बात बोल रहा है. കൽദേ ദേശത്ത് കേബാർ നദീതീരത്ത് ബൂസിയുടെ പുത്രനായ യെഹെസ്കേൽ പ്രവാചകൻ എന്റെ മേൽ ദൈവത്തിന്റെ കൈ ശക്തിയോടെ വന്നു. और एजेकियल के ऊपर उस केबार नदी के तट में परमेश्वर का हाथ बहुत शक्तिशाली रूप में आया. എല്ലാവരും മാറി നിന്നാലും എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, നീ ഒറ്റയ്ക്കിരുന്ന് ആരാധിക്കാൻ തയ്യാറായാൽ ദൈവത്തിന്റെ കൈ ശക്തിയോടെ പോലെ ഇന്ന് രാത്രി നിന്റെ മേൽ കടന്നു വരും. Praise the Lord. और अगर हमसे हमारे सारे सगे संबंधी भी दूर हो गए, लेकिन फिर भी एकांत में अगर हम बैठकर परमेश्वर की आराधना करना चालू करेंगे तो परमेश्वर का सानिध्य हमारे मध्य में जरूर आएगा. ഈ രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വ്യാപരിക്കണം. നിനക്ക് കൂടെ വരുവാൻ, ആരാധിക്കുവാൻ വരുവാൻ, കൈത്താങ്ങൽ തരുവാൻ ആരുമില്ലായിരിക്കാം. പക്ഷേ ദൈവം നിന്നെ ആത്മാവിൽ നിറയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന ദൈവമാണ്. और आज की रात को तुम्हारे साथ आकर इस परमेश्वर की आराधना करने में, तुम्हारे साथ आकर परमेश्वर के सानिध्य में बैठने के लिए कोई भी नहीं होगा, लेकिन परमेश्वर का वो हाथ तुम्हारे साथ आएगा और तुम्हें सहायता करेगा. ചില ദേശത്തൂടെ ചെന്നു കഴിഞ്ഞാൽ और कुछ देशों में हम जब जाते हैं കടകളൊക്കെ അടച്ചിട്ടിരിക്കുന്നത് കാണാം. तो बहुत से दुकानें जो है वो बंद देखते हैं. അവരോട് ചോദിക്കുക എന്താ കട അടച്ചിട്ടത്? तो हम पूछते हैं कि कारण क्या है. അവർ പറയും സൺഡേ ഹോളിഡേ ആന്ന് तो പറയും. वो बोलते हैं कि संडे जो है छुट्टी का दिन है. ഇന്ന് രാത്രിയിൽ ഇവിടെ ഇത് കണ്ടു കഴിഞ്ഞപ്പോ എനിക്കും തോന്നുന്നു സ്തോത്രം പറയുന്നതിന് സൺഡേ ഹോളിഡേ ആണ്. तो आज रात को जब मैंने यहाँ देखा तो मैंने ही बोला कि संडे हॉलीडे है എല്ലാവരും ബാബൂട്ടി ഇങ്ങനെ ഇരിക്കുക. और सब एकदम शांत बैठे हुए हैं. അങ്ങനെയുള്ള ഒരു ഇരിപ്പിനല്ല നമ്മൾ ഈ രാത്രി और आज की रात को ऐसे एक बैठाने के लिए हम नहीं आए हैं. കണ്ടക്ഷോഭം ചെയ്യുന്നതും അതിനല്ല. और मैं यहाँ पे प्रवचन भी इसीलिए नहीं दे रहा हूँ. ഇന്ന് രാത്രി ഇവിടെ കടന്നു വന്നിരിക്കുന്ന ജനം ചലിക്കണം. और आज की रात को यहाँ पे जितने भी जन आए हैं उनको जीवन देना है. യെഹെസ്കേൽ പ്രവചനം 47-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു. और एजेकियल उसका 47 और उसके 10वें आयत में इस प्रकार से लिखा है. ഈ വെള്ളം ചെല്ലുന്നിടത്തൊക്കെയും ചലിക്കുന്ന പ്രാണികൾ ജീവിക്കും. और ये जल जहाँ जहाँ जाएगा वहाँ जीवन के प्राणी आएंगे. ഈ വെള്ളം ഇതുവരെ ചെന്നിട്ടുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. तो हमें ये देखना है क्या ये जल जो है हमारी जिंदगी में अभी तक गया है. എന്റെ വല്യപ്പച്ചനും വല്യമ്മച്ചിക്കും ഞങ്ങൾ 19 കൊച്ചുമക്കളാ ഉണ്ടായിരുന്നു. और मेरे दादा दादियों को 19 छोटे बच्चे थे. അപ്പൊ എന്റെ ചെറുപ്പത്തിൽ ഞാൻ വല്യമ്മച്ചയുടെ കൂടെ तो കിടക്കുമായിരുന്നു. मेरे बचपन में मैं मेरे दादी के साथ सोता था. അമ്മച്ചിയുടെ കൂടെ കിടക്കുന്ന സമയത്ത് അമ്മച്ചിയോട് ഞാൻ പറയും ഒരു കഥ പറഞ്ഞു തരാം. और जब मैं दादी के साथ सोता था तो मैं दादी को बोलता था मुझे एक कहानी बता के दो. അമ്മച്ചിക്ക് ആകപ്പാടെ അറിയാവുന്ന ഒറ്റ കഥയേ ഉള്ളൂ. और दादी को सिर्फ एक ही कहानी मालूम थी. അത് വല്യമ്മ തുപ്പൽ തൊട്ട് അപ്പം ചുട്ട കഥയാ. और वो है कि दादी ने जो है थूक लगाकर टीका चिपकाया. 12-ാമത്തെ വയസ്സ് വരെയും ഈ തുപ്പൽ തൊട്ട കഥ മാത്രമേ അമ്മച്ചിക്ക് പറയാനുള്ളൂ. और मेरे 12 साल की आयु तक भी वही कहानी वो बार बार बताती थी. 50-ാമത്തെ വാർഷികം ആഘോഷിക്കുമ്പോഴും ദൈവത്തിന്റെ വിശ്വസ്തത വലിയെന്ന് പറയുമ്പോഴും ഈ തുപ്പൽ തൊട്ടിട്ടുള്ള പരിപാടി നിർത്തണം. और ये 50वें वर्षगांठ को जब हम मना रहे हैं और परमेश्वर के उस विश्वास योग्यता को हम जब मनाते हैं तो वो थूक चिपकाने का काम हमें यहाँ बंद करना है. ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ നിന്നുകൊണ്ട് യേശു പറഞ്ഞു, ദാഹിക്കുന്നവൻ വരട്ടെ, ഇച്ഛിക്കുന്നവൻ സൗജന്യമായി വാങ്ങി കുടിക്കട്ടെ, തിരുവെഴുത്ത്
തിരുവെഴുത്ത് പറയുന്നത് പോലെ അവന്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിന്റെ നദികൾ ഒഴുകും. ഇന്ന് രാത്രി ഈ പരിശുദ്ധാത്മാവിനെ വെള്ളത്തിലൊന്ന് നിറയണം. और आज की रात को मैं बताना चाहता हूँ, हम जब ये त्योहार मना रहे हैं तो परमेश्वर बोलता है कि जो भी प्यासा है वो मेरे पास आए और तुम्हारे बीच से जो जीवन स्रोत जल जाता है वो तुम्हें जरूर आशीषित करेगा. 30-ാം സങ്കീർത്തനം നമ്മളെ ഇങ്ങനെ പഠിപ്പിക്കുന്നു. और भजन संहिता 30 हमें इस प्रकार से बताता है, നീ എന്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തീർത്തു. हे परमेश्वर तूने मेरे रोने को खुशी में बदल दिया നീ എന്റെ വിലാപത്തെ നൃത്തമാക്കി തീർത്തു. और तूने मेरे खुशी को हंसी में बदल दिया നീ എന്നെ ദുഃഖമാക്കിയിട്ട് എന്നെ സന്തോഷം और ഉടുപ്പിച്ചിരിക്കുന്നു. तूने मेरे जो दुख है उसको हटाकर उसको खुशी में बदल दिया. എന്തിനു വേണ്ടിയിട്ടാണ്? और वो क्यों है? അതിനകത്ത് ഇങ്ങനെയാണ് പറയുന്നത്, ഞാൻ മൗനമായിരിക്കാതെ നിനക്ക് സ്തുതി പാടേണ്ടതിന് തന്നെയാണ്. और वो इसलिए बोलता है कि मैं मौन व्रत न धारण करूं लेकिन अपना मुंह खोलकर तुझे स्तुति और आराधना करूं. ഇവിടെ ആരാധന നടക്കുമ്പോൾ മുമ്പിൽ നിന്ന് ചാടി നൃത്തം ചെയ്ത് ആരാധിക്കുന്ന ഒരു ചൗവനക്കാരനുണ്ട്. और यहाँ पे जब आराधना करते हैं तो आगे खड़े होकर जोर कर नाच गाने वाला एक नवयुवक यहाँ पर ഈ है. ആരാധനയിൽ അവൻ പങ്കുകൊള്ളുമ്പോൾ അവനൊരു ഭൂതബാധിതനായിരുന്നു. और जब वो आराधना में यहाँ पे आया था तो वो एक दुष्ट आत्मा से पीड़ित था എന്റെ കർത്താവിന്റെ കരം അവനെ തൊട്ടു. और मेरे परमेश्वर ने उसको छुआ അവൻ സൗഖ്യം പ്രാപിച്ചു. और वो चंगा हो गया. മഗ്ദലക്കാരത്തി മറിയെ പോലെ ദൈവത്തിന്റെ സന്നിധി വരുമ്പോൾ ആരാധിക്കാൻ ഇന്നും അവൻ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. और वो मगदलिन मरियम के रूप में परमेश्वर की आराधना करने के लिए उसके सानिध्य में हमेशा खड़ा रहता ഞാനൊന്ന് है. പറയട്ടെ, ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും ദൈവത്തിന്റെ കയ്യിൽ നിന്ന് നന്മ കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് മിണ്ടാതിരിക്കാം. നന്മ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ വലിച്ചു തുറന്ന് അവൻ നല്ലവനല്ലോ അവന്റെ ദൈവം എന്നേക്കുള്ളതെന്ന് പറയണം. तो मैं आपको बताना चाहता हूँ कि अगर आप में से किसी को भी परमेश्वर की आशीष नहीं मिली तो आप चुप रह सकते हो, लेकिन अगर परमेश्वर की आशीष आपको मिली है तो आप परमेश्वर को स्तुति करना है. ഒന്ന് മനസ്സിലാക്കണം, ഇന്ന് രാത്രി ആരും നമുക്ക് കൂട്ടില്ലെങ്കിലും ആത്മാവിൽ നിറയ്ക്കാൻ കഴിവുള്ള ഒരു ദൈവം നമ്മുടെ മധ്യേ കൂടെ और നടക്കുന്നുണ്ട്. हमको ये समझना जरूरी है कि आज की रात तो हमारे साथ कोई भी नहीं होगा, लेकिन परमेश्वर जो हमें चलाने वाला परमेश्वर है वो हमारे बीच में है, ये हमें याद रखना है. 86 വയസ്സിലധികം പ്രായമുള്ള ഒരു ബിഷപ്പിനെ എനിക്കറിയാം. और 85 वर्ष से भी ज्यादा आयु वाले एक बिशप को मैं जानता हूँ. അദ്ദേഹം എഫെസോസ് സഭയുടെ ബിഷപ്പായിരുന്നു. और वो एफिसस सभा का बिशप था. അദ്ദേഹം യേശു കർത്താവിനെ കണ്ടിട്ടുള്ള ഒരു और वो വ്യക്തിയായിരുന്നു. प्रभु यीशु मसीह को देखा हुआ एक व्यक्ति ആ था. യേശുവിന്റെ മാറത്ത് അദ്ദേഹം ചാരിയിട്ടുണ്ട്. और वो यीशु के उस सीने में रहता था हमेशा. എന്നാൽ ക്രിസ്തീയ പീഡനം ആരംഭിച്ചപ്പോൾ लेकिन जब ईसाई पीड़ा चालू हुई तो ആ സന്ദർഭത്തിൽ അദ്ദേഹത്തെ ഈജിയൻ കടൽ തീരത്തിലുള്ള പത്മോസിലേക്ക് നാടുകടത്തി. और जब ईसाई पीड़ा चालू हुई तो उनको पतमोस के उस द्वीप में भेज दिया. ആ പത്മോസിൽ ചെന്നപ്പോൾ ആരാധിക്കാൻ ആരുമില്ല. और वो पतमोस में जब गया तो आराधना करने के लिए उसके साथ कोई भी नहीं പക്ഷേ था. വേദപുസ്തകം അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്, लेकिन परमेश्वर का पवित्र शास्त्र उनके बारे में इस प्रकार से അടുത്ത बोलता है, ദിവസത്തിൽ ഞാൻ ആത്മാവിലായി और आखिरी दिनों में मैं आत्मा में भर गया കാഹളത്തിലത്തെ ശബ്ദം എന്റെ പുറകിൽ കേട്ടു. और मैंने परमेश्वर के उस ध्वनि को सुना. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ വലിയൊരു ദർശനം കണ്ടു. और जब मैंने पीछे मुड़कर देखा तो मैंने एक बहुत बड़ा दर्शन देखा. മാറത്ത് വെങ്കച്ച കെട്ടിയ കർത്താവായ യേശുവിന്റെ മഹത്വ പ്രത്യക്ഷത. और मैंने परमेश्वर प्रभु यीशु मसीह को सिंहासन में बैठता हुआ देखा. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ആത്മാവിൽ നിറയാൻ പറ്റിയ ഒരു ദിവസമാണ് ഈ വിശുദ്ധ ദിവസം. और मैं आपको बोलना चाहता हूँ मेरे प्रियजनों, मेरे को जो रात को सुन रहे हैं कि आत्मा में भर कर रहने का एक दिन है आज का दिन. ആരാണോ ഇന്ന് രാത്രി ആത്മാവിൽ നിറയുന്നത് അവർ എന്റെ കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷത കാണുന്ന ദിവസം और കൂടെയാണ്. आज की रात को जो आत्मा में भरेगा वो मेरे परमेश्वर के उस महान के कार्य को, महिमा को देखेगा. ഏത് ജീവിതത്തിലാണോ ഇന്ന് അവരുടെ ആത്മീയ മണവാളനെ കാണുന്നത് അവരുടെ കണ്ണുകളെ തുറന്നു കൊടുക്കുന്ന ഈ ഒരു ദൈവം ഈ രാത്രി ഈ പന്തലിന്റെ ഉള്ളിൽ കൂടെ നടകൊള്ളുക തന്നെയാണ്. और आज की रात को उस महिमा को देखने के लिए जो भी इच्छुक है वो उन आपकी आत्मिक आंखों को खोलने के लिए आज की रात को हमारा परमेश्वर इस तंबू के बीच में है. ഈ രാത്രി സകല ബന്ധനത്തെ അഴിക്കുവാൻ കഴിവുള്ള ഒരു ദൈവത്തെ നിനക്ക് കാണണമെങ്കിൽ ഈ രാത്രി നിന്റെ അടുത്തുകൂടെ അവൻ നടകൊള്ളുകയാണ്. और आज की रात को तेरे सारे बंधनों को तोड़ने के लिए और तेरे को उस परमेश्वर को देखने के लिए वो तेरे पास आना चाहता है. ഗുജറാത്തിലുമൊക്കെ ലത്തൂരിലുമൊക്കെ എന്തെല്ലാം കൊടുങ്കാറ്റും ഭൂകമ്പവും ഉണ്ടായി. और गुजरात और लतूर में कितना तूफान और आंधी आया. ഒരുപാട് വില കൂടിയ വാഹനങ്ങളൊക്കെ നശിച്ചു. और बहुत महंगे महंगे जो गाड़ियां हैं वो नाश हो गई. പക്ഷേ പത്രങ്ങളെ ഈ നഷ്ടപ്പെട്ടതിനെ കുറിച്ചൊക്കെ ഒരുപാട് വാർത്തകൾ പറഞ്ഞു. और पत्रों में ये जो नाश हुआ इसके बारे में बहुत अखबारों में आया. പക്ഷെ ഒരിക്കലും ഒരൊറ്റ സ്ഥലത്ത് പോലും ഈ ഗോതമ്പ് പൊടിക്കുന്ന ആ പ്രത്യേകമായിട്ടുള്ള ആട്ടുകല്ലോ അരകല്ലിനോ ഒരു കേട് പറ്റിയതായിട്ട് ആരും പറഞ്ഞില്ല. लेकिन कहीं कोई भी जगह में ये
जो गेहूं पीसने वाले वो जो मशीनें हैं उनके वो खराब हुए करके किसी ने नहीं बोला। വലിയ കൊടുങ്കാറ്റടിച്ചു കഴിഞ്ഞപ്പോൾ ഗുജറാത്തിലോ കച്ചിലുണ്ടായിരുന്ന ഇവാഞ്ചലിക്ക പള്ളിയുടെ ടാങ്കൊക്കെ 1/2 കിലോമീറ്റർ അപ്പുറത്തേക്ക് പറന്നുപോയി. और जब बहुत बड़ा तूफान आया तो कच्छ में जो इवेंजलिकल चर्च है उसका जो टैंक है वो बहुत दूर जाके गिर गया। പക്ഷേ അവിടെ എങ്ങും ആട്ടുകല്ലിനെ കാറ്റെടുത്തോണ്ട് പോയില്ല. लेकिन वहाँ पे कहीं पर भी गेहूं पीसने वाले उस पत्थर को हवा उठा के नहीं ले ഇന്ന് गए। രാത്രി വസായിലെ ഈ കൺവെൻഷൻ പന്തലിലും ചില ആട്ടുകല്ല് ഇരിപ്പുണ്ട്. പരിശുദ്ധാത്മാവിന്റെ കാറ്റടിച്ചിട്ടും ഒരു ചലനവുമില്ലാത്ത. और आज की रात में भी इस वसाई में भी उसी गेहूं के पीसने वाले पत्थरों के जैसे कोई कई जन यहाँ बैठे हैं ഇന്ന് രാത്രി ചലിക്കണം. ജീവനുള്ളതാണെങ്കിൽ ചലിക്കണം. और आज की रात को परमेश्वर में हमें हिलना है और